അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ലോകമെമ്പാടും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിലും അവൻ്റെ ചിന്തയും ആലോചനയും അതിനെ എങ്ങനെ ദീനുമായി കണക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓരോ സന്ദർഭങ്ങളും തങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളും പാഠങ്ങളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടുകൂടെ ജീവിതത്തിൽ പകർത്തി മുന്നേറുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് നമ്മൾ ഉയർത്തുന്ന തക്ബീർ ധ്വനികളാണ്. ആ തക്ബീറിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ആവർത്തിച്ച് പറയുന്ന തക്ബീർ, അല്ലാഹുവാണ് ജീവിതത്തിൽ എന്തിനേക്കാളുമേറെ എനിക്ക് വലിയവനായിട്ടുള്ളത്. എൻ്റെ മക്കളേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ കച്ചവടത്തേക്കാൾ, എൻ്റെ സ്വന്തം ഇച്ഛകളേക്കാൾ, എൻ്റെ മൊബൈൽ ഫോണിനേക്കാൾ, ഈ ജീവിതത്തിലെ ഏതൊരു സുഖാഡംബരത്തേക്കാളുമേറെ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ പ്രീതിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ് എനിക്ക് ഏറ്റവും വലിയത് എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വാചകത്തിലൂടെ, തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളും ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ സ്മരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും ത്യജിക്കാനും ഒഴിവാക്കാനും തയ്യാറായി എന്നുള്ളത് എത്ര വലിയ മാതൃകയാണ്. സ്വന്തം കുഞ്ഞിനെ, ചെറിയ കുട്ടിയായിരുമ്പോൾ തന്നെ ഭാര്യയെയും കുഞ്ഞിനെയും മക്കയുടെ മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അള്ളാഹ് കൽപ്പിച്ചു ഉപേക്ഷിക്കാൻ. അവിടെ ഒന്നുമില്ല, അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മനുഷ്യനില്ല, ജനവാസമില്ല. ഒന്നുമില്ലാത്ത മണൽ തിണ്ണയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഹാജറ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹ് കൽപ്പിച്ചതാണോ താങ്കളോടിത്? അദ്ദേഹത്തിൻ്റെ മറുപടി നഅം, അതെ. എങ്കിൽ താങ്കൾ പോയി കൊള്ളുക, ആ റബ്ബ് ഒരിക്കലും ഞങ്ങളെ കൈയൊഴിയുകയില്ല എന്ന പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വാചകം. ശരിക്കും ഇവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ അള്ളാഹ് എന്ത് കൽപ്പിച്ചോ ആ കൽപ്പന അതുപോലെ നടപ്പിലാക്കുന്നു. അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല, അവിടെ മറ്റു താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ പ്രവാചകൻ ചെയ്ത വലിയ മാതൃകകൾ, സ്വന്തം കുഞ്ഞ് വളർന്ന് നടക്കാനുള്ള, ഒപ്പം കളിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ ആ മോനെ ബലി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ആ മോൻ്റെ കയ്യും പിടിച്ച് ഒരു കുന്നിൻ ചെരുവിലേക്ക് പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മോനോട് അഭിപ്രായം ചോദിക്കുന്ന, അനുകൂലമായ മറുപടി പറയുന്ന മകനെക്കുറിച്ചുള്ള
അറുക്കാൻ വരെ സന്നദ്ധനായ ആ പ്രവാചകൻ്റെ മനസ്സ്, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന മനസ്സ്. സ്വന്തം പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോഴും തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വില കൽപ്പിച്ച ആ പ്രവാചകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇന്ന് ഈദ് ആഘോഷിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കുക, അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ച് നമ്മൾ തെക്ബീർ ധ്വനികൾ മുഴക്കുന്ന ഈ സന്ദർഭങ്ങളിൽ എനിക്ക് ശരിക്ക് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു അക്ബർ തന്നെയാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റു പലതിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത്? അതല്ല എനിക്ക് ദുനിയാവാണോ പ്രശ്നം? എനിക്കെൻ്റെ ആഗ്രഹങ്ങളാണോ പ്രശ്നം? എനിക്കെൻ്റെ മൊബൈൽ ഫോണാണോ പ്രശ്നം? എനിക്കെൻ്റെ മക്കളാണോ പ്രശ്നം? എനിക്കെൻ്റെ ഇണയാണോ പ്രശ്നം? ഭാര്യയാണോ? ഭർത്താവാണോ? കച്ചവടമാണോ? അതൊക്കെ കഴിഞ്ഞ് സൗകര്യത്തിനനുസരിച്ച് മാത്രം അള്ളാൻ്റെ കൽപ്പനകൾക്ക് വില കൊടുക്കുന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? എങ്കിലൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അക്ബറായി മാറിയിട്ടില്ല. പറയുന്ന വാചകവും ചെയ്യുന്ന പ്രവൃത്തിയും വൈരുദ്ധ്യമാകുമ്പോൾ അത് പരലോകത്ത് വിനയായി മാറും. അതുകൊണ്ട് ഈയൊരു ഈദ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി എന്തൊഴിവാക്കാനും, അള്ളാഹുവിൻ്റെ കൽപ്പന അത് എത്ര പ്രയാസമുള്ളതാണെങ്കിലും അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻഗണന കൊടുക്കുക എന്ന തീരുമാനമെടുക്കാനാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈദ് കാരണമാക്കേണ്ടത്. അതിനുമുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഒരു പേനയും പേപ്പർ എടുത്തിട്ട് നമ്മളെന്ന് ആത്മവിചാരണ എടുക്കുക. നമ്മുടെ ഓരോ കാര്യങ്ങളും എവിടെയാണ് ഞാൻ എൻ്റെ ഓരോ മേഖലയിലും അള്ളാഹു അക്ബർ തന്നെയായി മാറുന്നുണ്ടോ എന്ന ഒരു പരിശോധന, അള്ളാഹ്ക്കാണോ ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്ന ഒരു പരിശോധന നമ്മൾ നടത്തുക. എഡിറ്റ് ചെയ്യേണ്ട മേഖലകൾ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന നല്ല സാഹചര്യങ്ങളുണ്ടാകും. അത്രയും ത്യാഗം സഹിച്ചതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കുന്നത്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ സ്മരിക്കുന്നത്. അദ്ദേഹം അള്ളാൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു, അള്ളാൻ്റെ തൃപ്തിക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ആ പോയിന്റിലേക്ക് നമ്മളെത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായമുണ്ടാകും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. നാളെ പരലോകത്ത് സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. സമാധാനത്തോടുകൂടെ ഖബറിൽ കടക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലോകമിങ്ങനെയാണ്, നാടിങ്ങനെയാണ്, വീട്ടിലുള്ളവരങ്ങനെയാണ്, അതല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരിങ്ങനെയാണ്, സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, പുതിയ കാലം ഇങ്ങനെയാണ്, പല രീതിയിലുള്ള സംഗതികൾ പറയുമ്പോഴും നമുക്ക് സ്വീകരിക്കാൻ കൃത്യമായ നിലപാട്, നമ്മൾ മുസ്ലിമാണ്. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇതാ ഞാൻ മുസ്ലിമായിരിക്കുന്നു, എൻ്റെ റബ്ബിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ അള്ള പറഞ്ഞതിനേക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന നിലപാട്, ആ നിലപാടാകണം നമ്മൾ വേറിട്ട് നിൽക്കേണ്ടത്. നമ്മൾ പേരിൽ മുസ്ലിമായവരല്ല, നമ്മൾ ജീവിതം കൊണ്ട് മുസ്ലിമാകുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി നമ്മൾ മാറുന്നത്. അതിന് തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.